ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് വിജേഷ്. പ്രധാന വാർത്തകൾ. ട്രാൻസ്ജെൻഡർ വ്യക്തികളുടെ അവകാശ സംരക്ഷണ ഭേദഗതി ബിൽ പാർലമെന്റ് പാസാക്കി. പശ്ചിമേഷ്യൻ സംഘർഷ സാഹചര്യം ചർച്ച ചെയ്യാൻ സർവകക്ഷി യോഗം വിളിച്ചു ചേർത്ത് കേന്ദ്ര സർക്കാർ. ഇന്ധന വിലവർധന സംബന്ധിച്ച അഭ്യൂഹങ്ങൾ തള്ളി പെട്രോളിയം മന്ത്രാലയം. ജനങ്ങൾ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും മന്ത്രാലയം. പശ്ചിമേഷ്യയിൽ വെടിനിർത്തൽ ശ്രമങ്ങൾക്ക് തിരിച്ചടി, അമേരിക്കയുടെ നിർദ്ദേശങ്ങൾ നിരസിച്ച് ഇറാൻ. കേരളത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം ഊർജിതം. നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയപരിധി ഇന്ന് അവസാനിക്കും. സാഫ് അണ്ടർ 20 ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യ ഇന്ന് പാകിസ്ഥാനെ നേരിടും. വാർത്തകൾ വിശദമായി. ട്രാൻസ്ജെൻഡർ അവകാശ സംരക്ഷണ ഭേദഗതി ബിൽ പാർലമെന്റ് പാസാക്കി. കഴിഞ്ഞ ദിവസം ലോക്സഭ പാസാക്കിയ ബില്ലിന് രാജ്യസഭ ഇന്നലെ അംഗീകാരം നൽകുകയായിരുന്നു. ചർച്ചകൾക്ക് ധനമന്ത്രി നിർമ്മല സീതാരാമൻ സഭയിൽ മറുപടി നൽകി. 2025 ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി കോഡ് ഭേദഗതി ബില്ലും ലോക്സഭ പരിഗണിച്ചു. ധനകാര്യ ബിൽ 2026 ലോക്സഭ ശബ്ദ വോട്ടോടെ പാസാക്കി. പാർലമെന്റിന്റെ ഇരുസഭകളും വരുന്ന ശനി ഞായർ ദിവസങ്ങളിൽ യോഗം ചേരില്ലെന്ന് പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു. ധനബിൽ പാസാക്കൽ സുപ്രധാനമായതിനാൽ വാരാന്ത്യത്തിൽ ഇരുസഭകളും ചേരുമെന്ന് നേരത്തെ തീരുമാനിച്ചിരുന്നു. അവധിയായതിനാൽ ഇന്നും പാർലമെന്റ് സമ്മേളിക്കില്ല. അമേരിക്ക മുന്നോട്ടുവച്ച നിർദ്ദേശങ്ങൾ ഇറാൻ നിരസിച്ചതിനെ തുടർന്ന് പശ്ചിമേഷ്യയിൽ വെടിനിർത്തൽ ശ്രമങ്ങൾക്ക് തിരിച്ചടി. അമേരിക്കയുടെ 15ഓളം നിർദ്ദേശങ്ങൾക്ക് പകരം ഇറാൻ 5 നിർദ്ദേശങ്ങൾ പ്രഖ്യാപിച്ചു. എന്നാൽ ചർച്ചകൾ സജീവമായി തുടരുമെന്ന് വൈറ്റ് ഹൌസ് അറിയിച്ചു. വിശദാംശങ്ങളിലേക്ക്. ഇറാന്റെ ആണവ പദ്ധതിയും മിസൈൽ ശേഷിയും പരിമിതപ്പെടുത്തുക, ഹോർമുസ് കടലിടുക്ക് അന്താരാഷ്ട്ര കപ്പൽ ഗതാഗതത്തിനായി വീണ്ടും തുറക്കുക, പ്രാദേശിക സായുധ സംഘങ്ങൾക്കുള്ള പിന്തുണ നിയന്ത്രിക്കുക, ഘട്ടം ഘട്ടമായുള്ള ഉപരോധ ഇളവുകൾ അംഗീകരിക്കുക എന്നിവയായിരുന്നു യുഎസ് നിർദ്ദേശങ്ങൾ. അതേസമയം ആക്രമണങ്ങൾ ഉടൻ അവസാനിപ്പിക്കുക, യുദ്ധ നഷ്ടപരിഹാരം നൽകുക, ഹോർമുസ് കടലിടുക്കിനുമേലുള്ള ഇറാന്റെ പരമാധികാരം പൂർണ്ണമായി അംഗീകരിക്കുക തുടങ്ങിയ 5 നിർദ്ദേശങ്ങൾ ഇറാനും മുന്നോട്ടുവച്ചു. ഇരുപക്ഷവും നിലപാടുകൾ കടുപ്പിച്ചതോടെ പശ്ചിമേഷ്യയിലുടനീളം സംഘർഷം കൂടുതൽ രൂക്ഷമാകുമെന്ന ആശങ്ക തുടരുകയാണ്. ഇറാന്റെ നേതൃത്വത്തിൽ ഇസ്രായേലി കേന്ദ്രങ്ങളിലേക്കും ഗൾഫ് മേഖലയിലേക്കും ആക്രമണമുണ്ടായി. ഇസ്രായേൽ സൈന്യം ഇറാനിലും വ്യോമാക്രമണങ്ങൾ ശക്തമാക്കി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. മേഖലയിലെ നിരവധി രാജ്യങ്ങളിലേക്കുള്ള ഇറാനിയൻ ആക്രമണങ്ങളെ ഐക്യരാഷ്ട്രസഭയുടെ മനുഷ്യാവകാശ സമിതി ശക്തമായി അപലപിച്ചു. ദുരിതബാധിതർക്ക് ഉടനടി നഷ്ടപരിഹാരം നൽകണമെന്ന് ഇറാനോട് ആവശ്യപ്പെടുന്ന പ്രമേയം ജനീവയിൽ ചേർന്ന അടിയന്തര സമ്മേളനം പാസാക്കി. UAE, കുവൈറ്റ്, ബഹ്റൈൻ, ഒമാൻ, ഖത്തർ, സൌദി അറേബ്യ, ജോർദാൻ എന്നിവയെ ലക്ഷ്യം വെച്ചുള്ള ആക്രമണങ്ങൾ അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണെന്നും സമാധാനത്തിനും സുരക്ഷയ്ക്കും ഭീഷണിയാണെന്നും പ്രമേയത്തിൽ പറയുന്നു. പശ്ചിമേഷ്യയിലെ സ്ഥിതിഗതികൾ സംബന്ധിച്ച് ചർച്ച ചെയ്യാൻ കേന്ദ്ര സർക്കാർ സർവകക്ഷി യോഗം വിളിച്ചു ചേർത്തു. ന്യൂഡൽഹിയിലെ പാർലമെന്റ് സമുച്ചയത്തിൽ ചേർന്ന യോഗത്തിൽ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് അധ്യക്ഷത വഹിച്ചു. കേന്ദ്രമന്ത്രിമാരായ അമിത്ഷാ, എസ് ജയശങ്കർ, ഹർദീപ് പുരി, കിരൺ റിജിജു എന്നിവർക്കൊപ്പം ജോൺ ബ്രിട്ടാസ് MP, JDU വർക്കിംഗ് പ്രസിഡന്റ് സഞ്ജയ് ഝാ, കോൺഗ്രസ് നേതാക്കളായ മുകുൾ വാസ്നിക്, താരിഖ് അൻവർ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. സർക്കാർ സ്വീകരിക്കുന്ന നടപടികളിൽ എല്ലാ പ്രതിപക്ഷ പാർട്ടികളും പിന്തുണ ഉറപ്പു നൽകിയതായി കേന്ദ്രമന്ത്രി കിരൺ റിജിജു മാധ്യമങ്ങളോട് പറഞ്ഞു. आज जो विस्तृत जानकारी और सवालों का जवाब इस ऑल पार्टी मीटिंग में सरकार ने दी है, उसके बाद मुझे लगता है कि विपक्ष के लोग भी साथ में ऐसे संकट के घड़ी में रहेंगे. प्रधानमंत्री जी ने अपील किया है कि पूरा देश एकजुट रहना चाहिए और संसद से एकजुट का भाव और मैसेज जाना चाहिए. ये एक तरीके से सभी विपक्ष के पार्टियों के ओर से भी मुझे नजर आया कि हम एकजुट रहेंगे. तो और मांग करने का, अलग से जानकारी प्राप्त करने का इस विषय में मुझे लगता है कि अभी के लिए जरूरत नहीं पड़ेगा. രാജ്യത്ത് മതിയായ അളവിൽ ക്രൂഡ് ഓയിൽ ശേഖരമുണ്ടെന്നും 26 കോടി ടൺ അസംസ്കൃത എണ്ണ ശുദ്ധീകരിക്കാൻ ശേഷിയുണ്ടെന്നും കേന്ദ്ര സർക്കാർ. കിംവദന്തികളിൽ വിശ്വസിക്കരുതെന്നും പരിഭ്രാന്തി വേണ്ടെന്നും സർക്കാർ അഭ്യർത്ഥിച്ചു. പെട്രോൾ, ഡീസൽ വിലയിൽ വർധന ഉണ്ടായിട്ടില്ലെന്ന് പെട്രോളിയം, പ്രകൃതിവാതക മന്ത്രാലയം ജോയിന്റ് സെക്രട്ടറി സുജാത ശർമ്മ അറിയിച്ചു. PNG വിപുലീകരണത്തിൽ സർക്കാർ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണെന്നും ന്യൂഡൽഹിയിൽ നടന്ന അന്തർ മന്ത്രാലയതല വാർത്താ സമ്മേളനത്തിൽ അവർ പറഞ്ഞു. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ കേരളത്തിൽ LPG ഉപഭോക്താക്കൾക്കായി നിർദ്ദേശങ്ങൾ പുറത്തിറക്കി.
കേന്ദ്ര നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. കരിഞ്ചന്ത, അധിക വില ഈടാക്കൽ എന്നിവ ശ്രദ്ധയിൽപ്പെട്ടാൽ അറിയിക്കാൻ ജില്ലകളിൽ നമ്പറുകളും സജ്ജമാക്കിയിട്ടുണ്ട്. LPG വിതരണവുമായി ബന്ധപ്പെട്ട നടപടികൾ ഏകോപിപ്പിക്കുന്നതിനും നിർദ്ദേശങ്ങൾ നൽകുന്നതിനുമായി ചീഫ് സെക്രട്ടറിയുടെ അധ്യക്ഷതയിൽ സമിതി രൂപീകരിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് _TVM X ഹാൻഡിലും ലഭ്യമാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് ഈ മാസം 29-ന്. പരിപാടിയുടെ 132ാം പതിപ്പാണിത്. മൻ കി ബാത്തിലേക്കുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും MyGov, നമോ ആപ്പ് എന്നിവയിലൂടെയോ 1800-117800 എന്ന ടോൾ ഫ്രീ നമ്പരിലോ നാളെ വരെ അറിയിക്കാം. ദേശീയ ഗീതമായ വന്ദേമാതരം ഇന്നു മുതൽ ആകാശവാണിയിൽ പൂർണ്ണമായി പ്രക്ഷേപണം ചെയ്യുന്നു. സ്വാതന്ത്ര്യാനന്തരം ആകാശവാണി സ്റ്റേഷനുകൾ വന്ദേമാതരത്തിന്റെ 2 ഭാഗം മാത്രമാണ് പ്രക്ഷേപണം ചെയ്തിരുന്നത്. ആഭ്യന്തര മന്ത്രാലയത്തിന്റെ മാർഗനിർദ്ദേശം കണക്കിലെടുത്താണ് ദേശീയ ഗീതത്തിന്റെ പൂർണ്ണരൂപം പ്രക്ഷേപണം ചെയ്യാൻ തീരുമാനിച്ചതെന്ന് വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയം അറിയിച്ചു. പ്രശസ്ത ഹിന്ദി ക്ലാസിക്കൽ ഗായകൻ പണ്ഡിറ്റ് ചന്ദ്രശേഖർ വാസെ ആലപിച്ച പതിപ്പാണ് പ്രക്ഷേപണം ചെയ്യുന്നത്. കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള വോട്ടെടുപ്പിന് ഇനി 14 ദിവസങ്ങൾ മാത്രം. നാമനിർദ്ദേശ പത്രികകൾ പിൻവലിക്കുന്നതിനുള്ള സമയപരിധി ഇന്ന് അവസാനിക്കും. ഇതിനകം 14 സ്ഥാനാർത്ഥികളാണ് പത്രിക പിൻവലിച്ചത്. അടുത്ത മാസം 9-നാണ് വോട്ടെടുപ്പ്. വോട്ടെണ്ണൽ മെയ് 4-ന്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി M. പള്ളുരുത്തി. സംസ്ഥാനത്തെ 140 മണ്ഡലങ്ങളിലും ഏതൊക്കെ സ്ഥാനാർത്ഥികൾ തമ്മിലാണ് മത്സരം എന്നതിനെക്കുറിച്ച് ഇന്ന് കൃത്യമായ ചിത്രം ലഭിക്കും. ഇന്നലെ വൈകിട്ട് വരെയുള്ള കണക്കുകൾ പ്രകാരം 985 സ്ഥാനാർത്ഥികളാണ് മത്സര രംഗത്തുള്ളത്. ആകെ ലഭിച്ച 2125 പത്രികകളിൽ 1754 എണ്ണമായിരുന്നു സ്വീകരിച്ചത്. 357 പത്രികകൾ നിരസിച്ചിരുന്നു. പ്രചാരണം ഊർജിതമാകുന്നതോടെ നിരീക്ഷണ സംവിധാനങ്ങളും കൂടുതൽ ശക്തമാക്കിയിട്ടുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള പ്രചാരണം സംസ്ഥാനത്ത് ആവേശകരമായി പുരോഗമിക്കുന്നു. മുഖ്യമന്ത്രിയും CPIM മുതിർന്ന നേതാവുമായ പിണറായി വിജയൻ ഇന്നലെ കോട്ടയത്ത് LDF പരിപാടികളിൽ പങ്കെടുത്തു. പ്രധാനമന്ത്രിയും BJP മുതിർന്ന നേതാവുമായ നരേന്ദ്രമോദി ഈ മാസം 29-ന് തൃശൂരും പാലക്കാടും പ്രചാരണത്തിനെത്തും. കേന്ദ്ര സഹമന്ത്രിയും BJP നേതാവുമായ സുരേഷ് ഗോപി ഇന്ന് കോഴിക്കോട് റോഡ് ഷോയിൽ പങ്കെടുക്കും. മല്ലികാർജ്ജുൻ ഖാർഗെ, സച്ചിൻ പൈലറ്റ് എന്നീ മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ കോഴിക്കോട് ബീച്ചിൽ നടന്ന UDF റാലിയിൽ പങ്കെടുത്തു. പ്രതിപക്ഷ നേതാവും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ VD സതീശൻ ഇന്നലെ ഒറ്റപ്പാലത്ത് പ്രചാരണത്തിനെത്തി. പശ്ചിമബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള 19 സ്ഥാനാർത്ഥികളെ കൂടി BJP പ്രഖ്യാപിച്ചു. RG കർ മെഡിക്കൽ കോളേജ് കേസിലെ ഇരയുടെ അമ്മ രത്ന ദേബ്നാഥ് നോർത്ത് 24 പർഗാനാസിലെ പാനിഹതി മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കും. സാഫ് അണ്ടർ 20 ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയുടെ പുരുഷ ടീം ഇന്നിറങ്ങും. മാലയിൽ നടക്കുന്ന മത്സരത്തിൽ പാകിസ്ഥാനാണ് എതിരാളികൾ. ശനിയാഴ്ച നടക്കുന്ന 2ാം മത്സരത്തിൽ ഇന്ത്യ ബംഗ്ലാദേശിനെ നേരിടും. ഗ്രൂപ്പ് ഘട്ടത്തിൽ 2 മത്സരങ്ങൾ മാത്രമുള്ളതിനാൽ ഇന്ത്യയ്ക്ക് സെമി ഫൈനലിൽ സ്ഥാനം ഉറപ്പാക്കാൻ ജയം അനിവാര്യമാണ്. ആകാശവാണി തിരുവനന്തപുരം നിലയത്തിന്റെ ഈ വർഷത്തെ ശ്രീ സ്വാതി തിരുനാൾ സംഗീതോത്സവം ഇന്ന് സമാപിക്കും. ഇന്ന് ഡോക്ടർ ആനയടി C. ധനലക്ഷ്മി അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരി നടക്കും. തിരുവനന്തപുരം സ്വാതി തിരുനാൾ സംഗീത കോളേജിലാണ് പരിപാടി. കരീബിയൻ കടലിൽ മയക്കുമരുന്ന് കള്ളക്കടത്ത് നടത്തിയതായി സംശയിക്കുന്ന ബോട്ടിന് നേരെ അമേരിക്കൻ സൈന്യം നടത്തിയ ആക്രമണത്തിൽ 4 പേർ കൊല്ലപ്പെട്ടു. ലാറ്റിൻ അമേരിക്കയിലെ കള്ളക്കടത്തുകാരെ ലക്ഷ്യമിട്ട് കഴിഞ്ഞ വർഷം സെപ്റ്റംബറിൽ ആരംഭിച്ച സൈനിക നടപടിയിൽ ഇതുവരെ 163 പേരാണ് കൊല്ലപ്പെട്ടത്. ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായുള്ള US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ കൂടിക്കാഴ്ച മെയ് 14, 15 തീയതികളിൽ ബീജിംഗിൽ നടക്കും. ഇറാനിലെ US സൈനിക നടപടി കാരണമാണ് കൂടിക്കാഴ്ച പുനഃക്രമീകരിച്ചത്. ഈ വർഷം അവസാനം വാഷിംഗ്ടണിൽ പ്രസിഡന്റ് ഷീ എത്തുമെന്നും ട്രൂത്ത് സോഷ്യലിലെ പോസ്റ്റിൽ ട്രംപ് പറഞ്ഞു. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ താപനില ഉയരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഉയർന്ന ചൂട് ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണം. പ്രധാന വാർത്തകൾ വീണ്ടും. ട്രാൻസ്ജെൻഡർ വ്യക്തികളുടെ അവകാശ സംരക്ഷണ ഭേദഗതി ബിൽ പാർലമെന്റ് പാസാക്കി. പശ്ചിമേഷ്യൻ സംഘർഷ സാഹചര്യം ചർച്ച ചെയ്യാൻ സർവകക്ഷി യോഗം വിളിച്ചു ചേർത്ത് കേന്ദ്ര സർക്കാർ. ഇന്ധന വിലവർധന സംബന്ധിച്ച അഭ്യൂഹങ്ങൾ തള്ളി പെട്രോളിയം മന്ത്രാലയം. ജനങ്ങൾ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും മന്ത്രാലയം. പശ്ചിമേഷ്യയിൽ വെടിനിർത്തൽ ശ്രമങ്ങൾക്ക് തിരിച്ചടി. അമേരിക്കയുടെ നിർദ്ദേശങ്ങൾ നിരസിച്ച് ഇറാൻ. കേരളത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം ഊർജിതം.
നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയപരിധി ഇന്ന് അവസാനിക്കും. സാഫ് അണ്ടർ-20 ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യ ഇന്ന് പാകിസ്ഥാനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. തിരുവനന്തപുരം നിലയത്തിൽ നിന്നുള്ള അടുത്ത വാർത്താ പ്രക്ഷേപണം 11 മണിക്ക്.